ഇന്നൊരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും നേരത്തെ എണീക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്ന ദിവസങ്ങളാണ് സാറ്റർഡേ ആൻഡ് സൺഡേ. പിന്നെ നമുക്കിവിടെ വേറെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ടും കുറച്ച് ലേറ്റായിട്ട് എണീറ്റിട്ടുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ബെഡൊക്കെ റെഡിയാക്കായിരുന്നു. ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റ് ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ട് നമ്മുടെ ഈ ബെഡ്ഷീറ്റും പുതപ്പും കാര്യങ്ങളൊക്കെ കുടഞ്ഞ് ഒതുക്കി ക്ലീനാക്കി ഇടുന്നത്. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ചെയ്തത്. അല്ലെങ്കിലും നമ്മളിപ്പോഴും നമ്മുടെ വീട്ടിൽ മെയിനായിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യണ കാര്യങ്ങൾ ഇത് തന്നെയായിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒതുങ്ങി കിടക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്, ഒരു സന്തോഷം. ഇന്നെന്ന് പറയുന്നത് February 7th ആണ്. അതായത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ February 9th ഞങ്ങളുടെ മോളുടെ ബർത്ത്ഡേ വരുന്നത്, കറക്റ്റ് ഡേറ്റ്. പക്ഷെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ദിവസം എന്നുള്ളതുകൊണ്ട് നാളെ ചെയ്യാമെന്നാണ് നമ്മുടെ പ്ലാൻ. സൺഡേ, അതായത് February 8th. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെക്കണം. ഏതാണ് ഡ്രസ്സ് എന്നുള്ളതും, ഡ്രസ്സ് ഓൾറെഡി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെ വേണം എന്നുള്ളത് മോളുടെ ആയാലും മോൻ്റെ ആണെങ്കിലും ഞങ്ങളുടെ എല്ലാവരുടെയും എന്തൊക്കെയാണെന്നുള്ളത് തലേദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കാൻ കേട്ടോ. അതിപ്പോൾ ബർത്ത്ഡേ എന്നല്ല, നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ എന്ത് വരുന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ റെഡിയാക്കി വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് മറന്നുപോയിന്ന് വരും, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഏതെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ മറന്നുപോയിന്ന് വന്നു കഴിഞ്ഞാൽ അതെനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഒരുവിധം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഓർഡറിൽ ചെയ്യണമെന്നാണ്. അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടിയിട്ട് റെഡിയാക്കി വെക്കും കേട്ടോ. അതിപ്പോൾ ഇപ്പോൾ ബർത്ത്ഡേയുടെ ഇതിൻ്റെ കാര്യമൊന്നുമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിലും, ഇപ്പോൾ നമ്മൾ നമ്മുടെ വേറെ കസിൻസിൻ്റെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലും പുറത്തേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും ഒക്കെ അത് നമ്മൾ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കും ഏതാന്നുള്ളതൊക്കെ. അപ്പോൾ ഡ്രസ്സ് ഏതാണെന്ന് നോക്കണം. പിന്നെ ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കുകയാണ്. അധികം ആളുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല, ഞാൻ ചെയ്യൂല. ഇതിപ്പോൾ നമ്മളുടെ മാത്രം ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരായതുകൊണ്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന പോലെ തന്നെ മതി, അല്ലാണ്ട് 100 വിഭവങ്ങളൊന്നും റെഡിയാക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ വിചാരിച്ചിട്ടുള്ളത് ഒരു മീൻകറി വെക്കണം, പിന്നെ പോർക്ക് വരട്ടിയ പോലെ റെഡിയാക്കണം. ഇത് രണ്ടാണ് മെയിനായിട്ടുള്ളത്. മീൻ വറുക്കാനുള്ളത് നോക്കി, പക്ഷെ ഇന്നലെ പോയി നോക്കിയപ്പോൾ അത്ര ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്നാണെങ്കിൽ ചേട്ടൻ സൈറ്റുമാണ്, അപ്പം അത് കാരണം പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വേറെ ഇല്ല. അപ്പം മീൻ കറിക്ക് വേണ്ടിയിട്ട് പ്രോൺസ് ആണ് കേട്ടോ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് മീൻ കറി വെക്കണം, പിന്നെ പോർക്ക് വരട്ടിയ പോലെ ആക്കണം. ഇത് രണ്ടാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ചോറൊക്കെ നാളെ വെക്കുള്ളൂ. വയ്ക്കാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല, ഈ ഒരു 2 കാര്യങ്ങൾ മാത്രം വെച്ചാൽ മതി. പക്ഷെ എന്നാലും അത് തലേന്ന് തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. പിന്നെ സദ്യ പോലെയല്ലല്ലോ നമ്മളുടെ ഈ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ നമ്മളത് തലേന്ന് തന്നെ വെച്ച് അത് കൂടുതൽ ചൂടാക്കും തോറാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പം അതുകൊണ്ട് തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ കുക്കിംഗ് ഉണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ആ ഒരു പ്രോൺസ് കറി എങ്ങനെയാണെന്നുള്ളതും, നാളികേര പാലൊക്കെ പിഴിഞ്ഞിട്ട് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും, അതുപോലെ തന്നെ പോർക്ക് വരട്ടി എടുക്കണത് എങ്ങനെയാണെന്നുള്ളതിനെയൊക്കെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം. എങ്ങനെയാണ് നമ്മളത് വീട്ടിൽ കുക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ആ ഒരു നമ്മുടെ മെത്തേഡ് എന്താണെന്നുള്ളത് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ എന്താണ്, പിന്നെ വീട് നമ്മൾ എന്തായാലും ആരെങ്കിലുമൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് 2 കുട്ടികൾ, ചെറിയ കുട്ടികളുള്ള വീടാകുമ്പോൾ റെഡിയാക്കി ക്ലീനാക്കി ഇടാന്നുള്ളത് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു പണിയായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബർത്ത്ഡേ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളതെന്ന് കാണാം. എന്തായാലും നമുക്ക് ഫസ്റ്റ് ഫുഡ് കൊടുക്കാം. ഇപ്പോൾ ഉച്ചയായിട്ട സമയം, അപ്പോൾ ഉച്ചയ്ക്കായി. ഇനി മക്കൾക്ക് ഉച്ചയടുത്ത ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പണികളൊക്കെ ചെയ്യാം. ബാക്കി പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഏതാന്നൊക്കെ നോക്കി വെക്കണം. പക്ഷെ ഇപ്പം എന്തായാലും ഇപ്പോൾ ഒരു 1:30 കഴിഞ്ഞു. അപ്പോൾ അത് കാരണം ഇനി ബാക്കി പണികൾ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ആദ്യം അവർക്ക് ഫുഡ് കൊടുത്തിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഏതാന്നൊക്കെ ഉള്ളതും അതിൻ്റെ കൂടെയുള്ള വളയും മാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ഫുഡൊക്കെ കൊടുക്കണേക്കാളും മുന്നേ ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മുടെ കുക്കിങ്ങിനുള്ള പോർക്കും അതുപോലെ പ്രോൺസൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് ഫ്രീസറിലാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കായിരുന്നു, കാരണം അതിൻ്റെ ഐസൊക്കെ വിട്ടിട്ട് വേണമല്ലോ നമുക്കിത് ഇനി കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുപോലെ നാളികേരമുള്ളതും അതുപോലെ പോർക്കും പ്രോൺസൊക്കെ എടുത്ത് ഫസ്റ്റ് തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തെല്ലാം പുറത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കൊടുത്തത്. കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാനും ഫുഡ് കഴിച്ചു. എന്തായാലും ഉച്ച കഴിഞ്ഞു. അപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിഞ്ഞിട്ട് ഇനി എല്ലാ പണികളും ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഫസ്റ്റ് തന്നെ എല്ലാവരുടെയും അങ്ങനെ ഫുഡ് കഴിക്കലായിരുന്നു ആദ്യം തന്നെ നമ്മൾ ചെയ്തത്.
ഇതിവിടെ സ്ഥിരം കലാപരിപാടിയാണ് കേട്ടോ. അവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഒരു റെസ്റ്റ് നമുക്ക് ഇങ്ങനെ നമ്മുടെ ചെവിയിൽ നമ്മുടെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പിന്നെ തോന്നും ആ ഒരു സമയത്ത് നമുക്ക് നല്ല ദേഷ്യം വരും. നമുക്കൊരു നേരം കുറച്ച് നേരം ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റണില്ലല്ലോ എന്ന്. പിന്നെ തോന്നും ഇനി ഇവർ കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇതൊക്കെ മിസ്സാവില്ലെന്ന്. പിന്നെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോടും. നമുക്കൊരു എന്താ പറയുക, വെറുതെ ഇരിക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ പിന്നാലെ ഇങ്ങനെ ടോയ്സും കൊണ്ടുവന്ന് ഇങ്ങനെ നടക്കും ഓരോന്നൊക്കെ പറഞ്ഞിട്ട്. അതാണ് അവരുടെ പണി. ഒക്കെ പറക്കിട്, ടോയ്സ് ഒക്കെ പറക്കിട്ടെ. എന്തത് കളിക്കാടുത്തോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഇതുപോലെ തിരിച്ചു വെക്കണം. കൊണ്ടുവയ്ക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ പോർക്കിറച്ചിയൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതിൻ്റെ ഐസ് പെട്ടെന്ന് പോകാനായിട്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അതിൽ നിന്ന് ഇറച്ചി മാറ്റാൻ കേട്ടോ. എന്നിട്ട് പിന്നെ അതിൽ വെള്ളമൊഴിച്ച് കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ ഐസൊക്കെ വിട്ട് കിട്ടും. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ആ ഒരു വെറുതെ കവർ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് പെട്ടെന്നൊന്നും അതിൻ്റെ ഐസ് പോകാൻ പോകണില്ല. അപ്പോൾ നമ്മളത് വേറെ ഒരു ഇതിലേക്ക് മാറ്റിയിട്ട് വെക്കുമ്പോഴാണ്. പിന്നെ അത് കുറച്ച് നേരം ആയിട്ടുള്ളതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും ഫ്രോസൺ ആയിട്ടുള്ള ഇത് പോർക്കാണ് കേട്ടോ കിട്ടുക. അപ്പോൾ നമ്മൾ അതിനെടുത്തിട്ട് നമുക്ക് ഇഷ്ടത്തിനുള്ള ഇതിൽ കട്ട് ചെയ്തെടുക്കും. ചില സമയത്ത് ഇവിടെ നമ്മൾ എന്താ പറയുക, ചെറിയ പീസാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ലോണം ചെറിയ പീസാക്കി കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരട്ടി വരുമ്പോൾ പീസുകളൊക്കെ ഉടഞ്ഞു പോകും. അത് കാരണം ഇപ്രാവശ്യം കുറച്ച് വലിയ സൈസിലാണ്. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ പാകത്തിനുള്ള രീതിയിലേക്ക് ആക്കിയെടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വെക്കാൻ കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം കഴുകി പിന്നെ അതിൽ കുറച്ച് നേരം വെള്ളമൊക്കെ ഒഴിച്ചിടാണ്. പണ്ടൊന്നും ഒട്ടും കഴിക്കാത്ത ഒരു ഇറച്ചിയായിരുന്നു കേട്ടോ. നമ്മൾ ചിക്കൻ കഴിക്കും, ബീഫ് കഴിക്കും. ബീഫ് കായിട്ട് വെച്ചാൽ ആണ് അതിലത്തെ കായ മാത്രം കഴിക്കുക, അങ്ങനെയാണ്. അല്ലാതെ എന്തെങ്കിലും കഷ്ണം ഇട്ട് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് വയ്ക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് മാത്രം എടുത്ത് കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പോർക്കിറച്ചി കഴിച്ചു തുടങ്ങിയത്. അങ്ങനെ കുട്ടികൾ രണ്ടാളും ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉറക്കമായി. അത് കാരണം പിന്നെ നമുക്കിനി പണിയെടുക്കാനൊരു സമാധാനമുണ്ട്. ഉച്ചയ്ക്ക് എല്ലാവരും രണ്ടാളും ഉറങ്ങാറുണ്ട് കേട്ടോ. കാരണം ഇവരും സ്കൂളിലേക്കൊക്കെ പോകുമ്പം അത് അവർക്കൊരു ഓർഡറിലുള്ള ഒരു കാര്യമാണ്, അവരുടെ ഒരു ടൈം ടേബിളിലുള്ളതാണ്. കാരണം രാവിലെ നേരത്തെ എണീറ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഉച്ചയ്ക്ക് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങും. അപ്പോൾ കുട്ടികൾ കളിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി ഒതുക്കി വെക്കണം. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും നാളെ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ ഒന്നുകൂടിയും ചെയ്യേണ്ടി വരും. എന്നാലും ഒന്ന് ഫുള്ള് ക്ലീനായിട്ട് കിടക്കുള്ളൂ. കാരണം ഇപ്പം ഞാനിതൊക്കെ ചെയ്താലും ഇനി ഈവനിങ് ഒരു ഉച്ചയിലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെയും കളിയും ബഹളമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ വീണ്ടും ഇതൊക്കെ ഒതുക്കേണ്ട അവസ്ഥയിലാവുമെന്ന്. നമ്മുടെ തീം വന്നിട്ടുള്ളത് പ്രിൻസസ് ആണ് കേട്ടോ. നമ്മൾ എല്ലാ ബർത്ത്ഡേസിനും എന്തെങ്കിലും ഒരു തീം വിചാരിക്കാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് പ്രിൻസസിൻ്റെ കോസ്റ്റ്യൂം, ആ പ്രിൻസസ് ആണ് തീം. അപ്പോൾ അതിന് മാച്ചാവുന്ന രീതിയിലുള്ള ഡ്രസ്സാണ്. അപ്പോൾ ആ ഡ്രസ്സൊന്ന് കാണിച്ചു തരാം. ഇതിട്ടിറങ്ങും. അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സ്. സത്യത്തിൽ ഇത് മോളുടെ സ്കൂളിലൊരു പ്രിൻസസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ്സായിരുന്നു. പിന്നെയാണ് തോന്നിയത് ഇനി നെക്സ്റ്റ് ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡ്രസ്സ് തന്നെ ആക്കിയാലോ എന്ന്. ക്രൗണൊക്കെ നമ്മൾ സത്യത്തിൽ ആ ഒരു കോമ്പറ്റീഷൻ്റെ അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനത് ഇതുമ്മ പിന്നുള്ള കാരണം മാറ്റി വെച്ചൊക്കെയായിരുന്നു. ഇനി അപ്പോൾ അതുമൊക്കെ അത് വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഗിഫ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വാങ്ങിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് ഇവിടെ വാങ്ങിക്കൽ നടക്കില്ലല്ലോ. കാരണം രണ്ടാളും ചെറുതായിട്ടൊന്ന് നമ്മൾ എന്ത് വാങ്ങിക്കുമ്പോഴും രണ്ടാൾക്കും വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡോളിനെയാണ് കേട്ടോ. അത് ഡോളെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻഡ്രല്ല എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. സിൻഡ്രല്ല പ്രിൻസസിൻ്റെ. മോനെ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു കാറാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ എന്താ പറയുക ഗിഫ്റ്റൊന്നുമല്ല. ഇതിന് ഏകദേശം എത്രയാ 15 ദിർഹംസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാറാണ് മോന് വാങ്ങിച്ചിട്ടുള്ളത്. മോനൊരു കാറും മോൾക്ക് ആ ഒരു ടോയും വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈവനിങ് ഒരു 6 മണി 7 മണിയൊക്കെ ആയപ്പോഴായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എല്ലാം തുടങ്ങിയത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയിൽ കുറച്ച് നേരം ഫോൺ ചെയ്യാൻ പോയി, ഫോൺ വന്നു. പിന്നെ കുറച്ച് നേരം കുട്ടികളുടെ കൂടെ ഇരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ സമയമെടുത്തു. അപ്പോൾ അത് കാരണം ഈവനിങ് ആയപ്പോഴായിരുന്നു നമ്മൾ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഉച്ചയ്ക്കൊക്കെ എന്താ പറയുക വെക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അപ്പോഴാണ് തുടങ്ങിയത്.
അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഞാനെങ്ങനെയാണ് പ്രോൺസ് ഇവിടെ വെക്കാറെന്നുള്ളത് നാളികേരപ്പാലൊക്കെ പിഴിഞ്ഞിട്ട് വെക്കുന്നതിൻ്റെ ആ ഒരു റെസിപ്പി നമ്മളെങ്ങനെ വെക്കുക എന്നുള്ളതിൻ്റെ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ അതിലേക്ക് എടുക്കാറുള്ളത് ഒരു ചെറിയൊരു സവാള എടുക്കും, അത് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞത്, പിന്നെ ഒരു 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണമെങ്കിൽ എടുക്കുന്നത് തന്നെയായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷെ നമുക്ക് ആ ഒരു ഇഞ്ചിയുടെ ഫ്ലേവർ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇഞ്ചി നമ്മൾ എടുക്കാറില്ല കേട്ടോ. എടുക്കേണ്ടവർക്ക് എടുക്കാം, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ അത് അധികം എടുക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കനൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെക്കില്ലേ, അതുപോലെ വെക്കുന്ന പോലെ ആദ്യം തന്നെ സവോള എടുത്തു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് സവോളയും പച്ചമുളകും പിന്നെ കുറച്ച് വേപ്പില ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കുക. എന്നിട്ട് അത് നല്ലോണം വാടി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ഇടും കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റാക്കി വെച്ചു. പിന്നെ ഞാൻ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ മീൻ കറി വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിലേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സവോളയൊക്കെ വാട്ട് ചെയ്തിട്ടിട്ട് അതിലേക്ക് പാല് പിഴിഞ്ഞൊഴിച്ചു. പാല് പിഴിയുമ്പോൾ ഞാൻ 2 പ്രാവശ്യമാണ് പിഴിയാറുള്ളത്. 2ാം പാലിലാണ് ആദ്യം തന്നെ ഈ മീനൊക്കെ വേവിക്കാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതൊന്ന് വെന്ത് കഴിയുമ്പോഴാണ് ഇതിലേക്ക് 1ാം പാല് ആഡ് ചെയ്യാറുള്ളത്. മീൻ കറിയിൽ പുളിക്ക് വേണ്ടിയിട്ട് 2 കുടപ്പുളിയും കൂടി ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരു 2-3 കുടപ്പുളിയുടെ അല്ലി ഇങ്ങനെ അതും കൂടി ഇട്ടിട്ടാണ് വേവിക്കാറുണ്ട്. പിന്നെ ലാസ്റ്റിൽ നമ്മൾ ആ മീൻ കറി കാച്ചുന്നതിനായിട്ട് ഒരു 4-5 ചുവന്നുള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ട് അതിൽ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കാച്ചിയെടുക്കാറ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, പിന്നെ ചുവന്നുള്ളി ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇട്ടിട്ട് അതൊന്ന് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട്, പിന്നെ കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാറുണ്ട്. ഒരു റെഡ് കളറും റെഡ് ആൻഡ് യെല്ലോ ആ ഒരു മിക്സ് പോലത്തെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീൻകറി നമ്മുടെ റെഡി. ഇനി അടുത്തത് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് പോർക്ക് ഇറച്ചിയാണ് കേട്ടോ. അപ്പോൾ പോർക്കൊക്കെ നന്നായി കഴുകിയതിന് എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി, ഞാൻ ഒരു കിലോ പോർക്ക് എടുക്കുന്നതിൻ്റെ ഒരു അളവ് പറയാം. 4-5 ചുവന്നുള്ളി, പിന്നെ അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4-5 പച്ചമുളക്, ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ചതച്ചെടുത്തത് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പൊടികളായിട്ട് ഉപ്പ് ആഡ് ചെയ്യുക, പിന്നെ അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ഈ ആഡ് ചെയ്യുന്നത് പെപ്പർ പൗഡർ കേട്ടോ, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഉണ്ടാകും. എനിക്ക് ഇറച്ചി ഐറ്റംസൊക്കെ വയ്ക്കുമ്പോൾ അതിൽ മുളക് പൊടിയേക്കാളും കൂടുതൽ ആ ഒരു ഫ്ലേവർ പെപ്പറിൻ്റെ ആണ് കേട്ടോ. അങ്ങനെ അത് മുന്നിലേക്ക് നിൽക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു കണക്കൊന്നുമില്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വിനീഗറും കൂടിയും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് ഈ പൊടികളും നമ്മൾ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളി അതിൻ്റെയൊക്കെ ആ ഒരു പേസ്റ്റൊക്കെ നല്ലോണം ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ട് ഒന്ന് വെക്കുക. ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ചെറുതായിട്ട് ചൂടാക്കിയിട്ടാണ് പൊടികൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മല്ലിപ്പൊടിയാണ് കൂടുതൽ ആഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ 2 ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിൽ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് അതിൻ്റെ കളർ മാറി വരുമ്പോൾ നമ്മളൊക്കെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. ഞാനപ്പോൾ അതിൽ കുരുമുളക് പൊടി കൂടുതലായിട്ട് എടുക്കണ കാരണം മുളക് പൊടി എപ്പോഴും കുറവ് എടുക്കുള്ളൂ. ഒന്ന് വെറുതെ പേരിനിടുന്ന പോലെ മാത്രം അതിലേക്ക് ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ അതിലോട്ട് പൊടികൾ നമ്മൾ ചൂടാക്കിയതും കൂടി പോർക്കിറച്ചിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല, അതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് പേസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് നമുക്ക് ഇതിലേക്ക് വേണ്ടത് നാളികേരം വറുത്തത് പൊടിച്ചതാണ് നമ്മളിതിലേക്ക് ഇടുന്നത്. അതിന് ഞാൻ 1 കിലോ പോർക്ക് എന്നുള്ള രീതിയിലാണെങ്കിൽ 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് നാളികേരം എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചൂടിലിങ്ങനെ ഒന്ന് വറുത്ത് വരിക, അതായത് അതിൻ്റെ ഒരു ബ്രൗൺ കളർ ആവണ പോലെ ആക്കിയെടുക്കുക. അങ്ങനെ അതിൻ്റെ കളറൊക്കെ മാറി വരുമ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ഈ കുരുമുളക് ഇങ്ങനെ ഉണക്കിയിട്ടുള്ള കുരുമുളകിൻ്റെ മുഴുവനോട് കൂടിയിട്ട് പൊടിച്ചിട്ടുള്ളതല്ല, മുഴുവൻ കുരുമുളക് ഒരു സ്പൂൺ ആഡ് ചെയ്യാം. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പെരുംജീരകവും ഇതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ലാസ്റ്റിൽ നമ്മൾ അതിൻ്റെ മസാല, അതായത് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഇതിൽ ഓരോന്നും 3-4 വെച്ചിട്ടിടുക. പട്ട ഒരു ചെറിയ കഷ്ണം, പിന്നെ അതുപോലെ ഗ്രാമ്പു 3, ഏലക്കായ ഒരു 3. എന്നിട്ടിത് നല്ലോണം ബ്രൗൺ കളർ പോലെ ആവുന്നത് വരെ നല്ലോണം വറുത്തതിന് ശേഷം പിന്നെ തണുത്ത് കഴിയുമ്പോൾ നല്ലോണം പൊടിച്ചെടുക്കുക, വെള്ളമൊന്നും മിക്സ് ചെയ്യാണ്ട്. പോർക്കിറച്ചി നമ്മൾ പേസ്റ്റ് ഈ പൊടികളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു 3 വിസിൽ വരുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ അത് പോർക്കിറച്ചി വെന്ത് കിട്ടും. എന്നിട്ട് പോർക്കിറച്ചി വേവിക്കലേക്കാണ് കേട്ടോ ഒരു സവോളയും പിന്നെ ഒരു 2 പച്ചമുളകും കുറച്ച് വേപ്പിൻ്റെ നീളത്തിൽ അരിഞ്ഞത് ഒന്ന് കാച്ചുന്നത് പോലെ ആദ്യം വറുത്തതിന് ശേഷം ഇതിലേക്ക് പോർക്കിറച്ചി ആഡ് ചെയ്യാം. എന്നിട്ട് അതിലത്തെ നെയ്യും വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുമ്പോൾ ലാസ്റ്റിൽ നമ്മുടെ ആ പൊടിച്ച് വെച്ചിട്ടുള്ള പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പോർക്കിറച്ചി റെഡി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ട് ഒരു ബർത്ത്ഡേ സെലിബ്രേഷനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാവണ, നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവുന്നത് അല്ലെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അങ്ങനെ എല്ലാതും നോക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു തിരക്ക് നമുക്ക് ആ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം നമ്മൾ വിചാരിച്ചത് എവിടെ ഇരിക്കണേന്ന് കിട്ടാണ്ടിരിക്കുക,
മിസ്സാവുക അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ അത് ഇടാൻ പറ്റാണ്ട് അങ്ങനെയൊക്കെ നോക്കി പിന്നെ അതിന് വേണ്ടി കുറേ സമയമൊക്കെ വേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് നേരത്തെ തന്നെ വയ്ക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കുറച്ച് ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ. ഇനി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തതിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ആയിട്ടുള്ള എൻ്റെ വ്ളോഗ് നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം. എങ്ങനെയായിരുന്നു നമ്മൾ ഡെക്കറേറ്റ് ചെയ്തതെന്നുള്ളതും നമ്മളുടെ ഡ്രസ്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അതിൽ കാണിക്കാം. അപ്പോൾ ഈ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.